ശ്രീ സുഭാഷ് ബാബു, എം.ആർ. അജിത് കുമാർ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പ്രമാദമായ ഒരു കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ ADGPക്ക് തന്നെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ചെയ്യുന്നു. കോഴിക്കോട്ടെ വ്യവസായി മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയുടെ തിരോധാനത്തിൻ്റെ അന്വേഷണ പുരോഗതി ADGP എം.ആർ. അജിത് കുമാറിനെ തന്നെ അറിയിച്ച പോലീസ് ഉദ്യോഗസ്ഥരോട് DGP ദർവേഷ് സാഹിബ് വിശദീകരണം തേടിയിട്ടുണ്ട്. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് മാറ്റാതിരുന്നതിൻ്റെ ദോഷങ്ങളല്ലേ ഇതൊക്കെ? മാത്രമല്ല, ജൂനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ അവർക്ക് യാതൊരു കാരണവശാലും ഈ സർവീസിലിരിക്കുന്ന കാലത്തോളം ഇദ്ദേഹത്തിനെതിരെ ഒരു റിപ്പോർട്ട് കൊടുക്കാൻ സാധിക്കുമോ? ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അതിനുള്ള തൻ്റെ ഇടം കാണിക്കുമോ? ADGP ഈ പറയുന്ന ഉദ്യോഗസ്ഥരുടെ ഒക്കെ മേലധികാരിയായിട്ട് ഇരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ ഒരു സ്പെഷ്യൽ ടീം ഉണ്ടാക്കി, എന്നിട്ട് ആ സ്പെഷ്യൽ ടീമിനോട് ഇത് അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുന്നു. അന്വേഷിക്കാൻ പറയുന്നത് വെറും എൻക്വയറിയാണ്, ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ അല്ല. ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിൽ കേസ് എടുത്ത് അതിനകത്തിലെ വിവരങ്ങളൊക്കെ കേസ് ഫയൽ എഴുതിപ്പെട്ടതിന് ശേഷം വരും. പക്ഷെ ഇവിടെ അതല്ല, ഇവിടെ എൻക്വയറി ആണ്. ചില ആളുകളുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കും, അദ്ദേഹത്തിന്റെ ഉൾപ്പെടെ സ്റ്റേറ്റ്മെന്റ് എടുക്കും. സ്റ്റേറ്റ്മെന്റ് എടുത്തതിന് ശേഷം ആ സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് കിട്ടുന്ന രേഖകൾ ഉണ്ടെങ്കിൽ അത് പരിശോധിച്ചതിന് ശേഷം അതിനകത്തുനിന്നൊരു നിഗമനമാണ് റിപ്പോർട്ടായിട്ട് പോകുന്നത്. ഇവിടെ ഈ ഉദ്യോഗസ്ഥരൊക്കെ അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ഉദ്യോഗസ്ഥന്മാരാണ് വിവിധ റാങ്കുകളിൽ. അപ്പൊ അദ്ദേഹവുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. പ്രത്യേകിച്ച് ഈ IPS ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ എണ്ണം കുറഞ്ഞതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥമായ ബന്ധം പരസ്പരമുള്ള ആളുകളാണ്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താന്ന് പറഞ്ഞാൽ, കേരളത്തിലെ IPS ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും നല്ലവരാണെന്നൊന്നും പറയുന്നതിൽ ഒരു വളരെ ചെറിയ ന്യൂനപക്ഷം വളരെ വലുതായിട്ടുള്ള അഴിമതിയും അതേമാതിരി തന്നെ പല സ്വഭാവ ദൂഷ്യങ്ങളും കാണിക്കുന്ന ആളുകളാണ്. അവരിൽ എത്ര ആളുകളെ ഏതൊക്കെ സാഹചര്യത്തിൽ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളത് നമുക്കറിയുന്നതാണ്. അത് വളരെ വ്യാപകമായിട്ട് പരാതികൾ ഉണ്ടായി. അത് അന്വേഷിച്ചതിന് ശേഷം ശരിയാണെന്ന് പറഞ്ഞു താൽക്കാലികമായിട്ട് പ്രൊമോഷൻ തടഞ്ഞു വെച്ചു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലേക്ക് സ്ഥാനം ചലനം കൊടുത്തതിന് ശേഷം ആത്യന്തികമായിട്ട് എന്താ സംഭവിക്കുന്നത്? കൃത്യമായിട്ട് ആ വ്യക്തിക്ക് പ്രൊമോഷൻ കൊടുക്കും. അവസാനം അദ്ദേഹത്തിന് DGP വരെ എത്താനുള്ള എല്ലാ പഴുതുകളും തുറന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മുഴുവൻ ഇവര് അടിച്ചു മാറ്റി കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മളിപ്പോ ആളുകളുടെ പേര് പറയണ്ട, പേര് പറയാതെ തന്നെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ചെയ്യുന്ന ഒരു പരസ്പര സഹായ സംഘമാണ് അവര് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു ഭയവുമില്ല. കാരണം ഞാൻ മുമ്പേ അത് എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയണം, അവർ പരസ്പരം സഹായിച്ചിരിക്കും. അതല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥർ ഏതെങ്കിലും രീതിയിൽ കർശനമായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ മറ്റു ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കുക. സ്വാധീനിച്ചതിന് ശേഷം ഇത് ആ വ്യക്തിയെ സഹായിക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്തിച്ചുകൊണ്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ നടക്കുന്നത് എന്താന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മള് ഞാൻ പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് KJ ജോസഫ് സാർ പോലും ചില ഉദ്യോഗസ്ഥന്മാരെ വളരെ കർശനമായി നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ട് അദ്ദേഹം അവസാനം പരാജയപ്പെട്ടു എന്നുള്ളത് എനിക്ക് നേരിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ പോലും സ്ട്രിക്റ്റ് ആയിട്ട് പിടിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു സാധ്യതയില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഇതേമാതിരി ഒരു ഉദ്യോഗസ്ഥനെ നമ്മളുടെ ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ തന്നെ അന്വേഷിച്ച് കൊണ്ടുപോകും. അത് പ്രത്യേകിച്ച് ഒരു എൻക്വയറി നടത്തുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എടുക്കുക, സ്റ്റേറ്റ്മെന്റ് എടുത്തതിന് ശേഷം ആ സ്റ്റേറ്റ്മെന്റിനകത്ത് രേഖയൊക്കെ റെക്കോർഡാക്കി കേസിന്റെ ഭാഗമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സഹായിക്കാൻ പറ്റിയില്ല എന്ന് വരും. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ സഹായിക്കാൻ ആവശ്യമായ രീതിയിലുള്ള മൊഴി രേഖപ്പെടുത്തിയാൽ മതി. കാരണം ഇത് രേഖപ്പെടുത്തിയതിനു ശേഷം സാക്ഷിക്ക് സംബന്ധിച്ചിടത്തോളം മൊഴിയെ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അവര് ചോദിച്ചാൽ തന്നെ കൊടുക്കാൻ നമുക്ക് നിയമപരമായിട്ടൊന്നും ബാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു അന്വേഷണം നടക്കുന്നത് ശരിയായ രീതിയിൽ പോകുമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ മൂടസ്വർഗത്തിൽ ജീവിക്കുന്ന ആളുകളായിരിക്കും. അതിന് മറ്റേതെങ്കിലും രീതിയിലുള്ള ഇപ്പൊ തന്നെ ഇവിടെ തന്നെ അദ്ദേഹത്തിന്റെ പക്ഷത്തല്ലാതെ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, അവരെ കൊണ്ട് അന്വേഷിക്കുക. ഇപ്പം ദർവേഷ് സാഹിബ് എന്ന് പറഞ്ഞ ഒരു നല്ല ശുദ്ധാത്മാവാണ്, നല്ല വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന് അവിടെ ഒരു ചെയർ DGP ആയതിനു ശേഷം പാരലൽ DGPയുടെ ആക്ടിംഗ് DGP ആയിട്ട് പ്രവർത്തിക്കുന്നത് ശ്രീ അജിത് കുമാറാണ്. അത് അദ്ദേഹത്തിന്റെ ചാനലിൽ റൈറ്റ് ഫ്രം പോലീസ് സ്റ്റേഷൻ ടു ഹോം മിനിസ്ട്രിയാണ്. അപ്പൊ അങ്ങനെ വരുന്ന അവസരത്തിൽ ബാക്കിയുള്ള ആളുകൾ മുഴുവൻ ബാഹ്യശക്തികളായിട്ട് അല്ലെങ്കിൽ ബാഹ്യ പ്രവർത്തിയിലെ ഉദ്യോഗസ്ഥന്മാരായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ മുഖ്യധാരയിലെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് ഈ സ്രോതസ്സാണ്. ഈ സ്രോതസ് സംരക്ഷിക്കപ്പെടാൻ സാധിക്കുന്ന ഏതൊരു പ്രശ്നങ്ങളെയും അദ്ദേഹത്തിലൂടെ മാത്രമേ പരിഹരിക്കപ്പെടുകയുള്ളൂ. അങ്ങനെ പരിഹരിക്കപ്പെടുന്നതിന് ആ നെക്സസ് ആണ് ഇത്രയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഇത് ഗുരുതരമായി മാറ്റാനുള്ള കാരണം. ഇപ്പം മലപ്പുറം SP സുജിദാസിന്റെ ആയാലും അദ്ദേഹത്തിന്റെ ഒത്താശയോടും സഹായത്തോടും കൂടിയിട്ടാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഒരു പരിധി എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം കളിക്കാൻ തുടങ്ങി.
കളിക്കാൻ തുടങ്ങിയപ്പോൾ ഇവർ താൽക്കാലികമായിട്ട് തെറ്റി. അതുകൊണ്ട് അദ്ദേഹത്തെ അതുകൊണ്ടല്ലെങ്കിൽ പോലും അതിനേക്കാൾ നല്ലൊരു സ്ഥലത്തേക്ക് മാറ്റി. അവിടെ ഇതിനേക്കാൾ കൂടുതലും ചെയ്യാൻ സൗകര്യമുള്ള ഒരു സ്ഥലമാണ്, എയർപോർട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്ത ഇതിനെ മുഴുവൻ ഇതിന്റെ ഇതിന്റെ എന്താ പറഞ്ഞത് ഫലം ആസ്വദിച്ചുകൊണ്ടിരുന്ന വ്യക്തികളെ പരസ്പരം സഹായി അല്ലാതെ നിൽക്കാൻ അവർക്ക് സാധ്യമല്ല. പരസ്പരം സഹായികളായിട്ട് നിന്നിട്ടാണ് ഇത് മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. ഇതിലൊക്കെ ആണെങ്കിൽ ശരി, ഇപ്പം ശ്രീ സുജിത് ദാസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മരം മോഷ്ടിച്ചിട്ടുണ്ട്. മരം മോഷ്ടിച്ചതിന് കേസെടുത്തുകൂടെ? കേസെടുത്താൽ മാത്രമേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തോ നടക്കുന്നു എന്ന് തോന്നുള്ളൂ. അത് എൻക്വയറി എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രഹസനമാണ്. അത് അവസാനം തട്ടിക്കൂട്ടി അവസാനം ഡിപ്പാർട്ട്മെന്റ് എൻക്വയറി അല്ലെങ്കിൽ ഡിസിപ്ലിൻ പ്രൊസീഡിങ്സിലേക്ക് കൊണ്ടുവന്ന് അത് അവസാനിപ്പിച്ച് ഒന്നും അല്ലാണ്ടാക്കും. അത് സമയം കാലവിളംബം വരുന്നതോടുകൂടിയിട്ട് ഇതൊക്കെ മുഴുവൻ അർത്ഥശൂന്യമായി പോയി നടപടികളും. അതുപോലെ തന്നെ ഇപ്പം അൻവർ എന്ന് പറയുന്ന MLA, അദ്ദേഹത്തെ സംബന്ധിച്ചും അദ്ദേഹം പരസ്യമായിട്ട് വന്നിട്ട് കുറ്റസമ്മതം നടത്തുവാണ്. ഞാൻ ഇന്ന പോലെ ഫോൺ ചോദിച്ചിട്ടുണ്ട്. അത് ഗൗരവതരമായ ഒരു കുറ്റമാണ്. പോലീസിൽ പോലും അന്വേഷണ ആവശ്യാർത്ഥമായിട്ട് മേലുദ്യോഗസ്ഥന്മാരുടെയും DGP ഉൾപ്പെടത്തെ അനുവാദത്തോടു കൂടി മാത്രം, രേഖാമൂലമായിട്ട് മാത്രം, ഉത്തരവോട് കൂടിയിട്ട് മാത്രമേ ഫോൺ എടുക്കാൻ പറ്റുള്ളൂ, അവർക്ക് ഫോൺ ചോർത്താൻ പറ്റുള്ളൂ. അതുപോലെ ഇനി ഇന്റലിജൻസ് ആവശ്യത്തിന് സ്ഥിരമായിട്ട് ഗവൺമെന്റുമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഗവൺമെന്റ് ഹോം മിനിസ്ട്രിയിൽ സെക്രട്ടറിയുടെ ഉത്തരവോട് കൂടിയിട്ട് അത് ചീഫ് സെക്രട്ടറി ഹോം സെക്രട്ടറി ഒക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ ഒരു പരിധി വരെ ശരിയാണ്. കേരള പോലീസിൽ ഇങ്ങനെ ചോർത്താനുള്ള സംവിധാനങ്ങളുണ്ട്, അതിനനുസരിച്ചുള്ള ഉപകരണങ്ങൾ വാങ്ങിയിട്ടുണ്ട്. രഹസ്യമായിട്ട് അവസാനം വാങ്ങിയപ്പോഴാണ് വളരെ എന്താ പറയുക വസ്തുനിഷ്ഠമായിട്ട് ഫോൺ ചോർത്താൻ പറ്റിയ ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് പാരലായിട്ട് ഇവിടെ ഫോൺ ചോർത്തൽ പലർക്കും ചെയ്യാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ്. അപ്പൊ ആ വഴിക്കായിരിക്കും മിക്കവാറും അൻവറിനും കിട്ടിയിരിക്കുന്നത്. കാരണം ഈ പോലീസിലെ ഈ ചെയിൻ, പോലീസ് സ്റ്റേഷൻ ടു ഹോം മിനിസ്ട്രി ഉള്ള ചെയിനിന്റെ പുറത്തുള്ള ഉദ്യോഗസ്ഥന്മാര് അതീവ ദുഃഖിതരും അതിനേക്കാൾ ഉൾപ്പെടെ പകയും വിദ്വേഷത്തോടു കൂടിയിട്ടാണ് ഈ ഒരു വിഭാഗത്തിനെ കാണുന്നത്. അതിലേറ്റവും അവരുടെ മുഖ്യ ശത്രു ശരിക്കും ADGP ആണ്. അദ്ദേഹത്തിനെ ഏതെങ്കിലും രീതിയിൽ അകപ്പെടുത്തുക എന്നുള്ളതിന്റെ ഫലമായിട്ടാണ് പല ഉദ്യോഗസ്ഥന്മാരും ഈ അദ്ദേഹത്തിനെ സഹായിച്ചിട്ടുണ്ടാവും. പിന്നെ ഈ സുജിത് ദാസ് ആയാലും ശരി, അതുപോലെ തന്നെ ഈ ADGP ആയാലും ശരി, പലപ്പോഴും ഒരു വൈര്യ നിര്യാതന ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. മലപ്പുറം ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ ഏതാണ്ട് മഹാഭൂരിപക്ഷം പോലീസ് ഉദ്യോഗസ്ഥർ എനിക്കറിയാവുന്നവരാണ്. ഞാൻ കുറച്ചാൾ വർക്ക് ചെയ്തൊരു സ്ഥലമാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് നമ്മളോട് പറയും, സാർ ഇങ്ങനെയാണോ അത് അങ്ങനെയാണെന്ന് പറയും. നമ്മളെ ഫോൺ ചെയ്ത് ഇങ്ങോട്ട് പറയും, ഇതാണ് സാർ അവിടെ നടക്കുന്ന കാര്യം. ഈ ഫോൺ പൊട്ടിക്കലൊക്കെ എന്നോട് അവർ കൃത്യമായിട്ട് പറഞ്ഞു, ഇന്ന മാതിരിയാണ് സാർ ചെയ്യുന്നത്, അത് എന്റെ ഉള്ളിൽ രഹസ്യം ഇതാണ്, അത് ഇന്ന കേസിൽ ഇത്ര അവര് പിടിച്ചിരുന്നു, അത് പിടിച്ചതിന് ശേഷം ഇന്ന മാതിരി കൊടുത്തു എന്നൊക്കെ കൃത്യമായിട്ട് അവർ പറയും. പക്ഷെ അവരോട് നേരിട്ട് ചോദിച്ചാൽ അവർക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോഴും പറയില്ല. അപ്പൊ എന്നോട് അന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥരെ ചിലപ്പോൾ ഞാൻ പേര് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അടുത്ത് വരുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ചിലപ്പോൾ അദ്ദേഹം വെറുതെ പറഞ്ഞാന്നേ പറയുള്ളൂ. അപ്പൊ അങ്ങനെ പലരും ഈ കാര്യം നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ ഈ മരം മുറിച്ച കേസും അത് അവിടെ നിന്ന് കൊണ്ടുപോയതായാലും കോട്ടക്കിൽ കൊണ്ടുപോയി ഫർണിച്ചർ ഉണ്ടാക്കി കൊണ്ടുപോകും, വീട്ടുകാരും ഉണ്ടായാലും. അതുപോലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ചുട്ട് കരിച്ചു എന്ന് പറയുന്ന വിവരം അദ്ദേഹത്തിന്റെ മാതാവ് ഇവിടുത്തെ അവർക്ക് പരിചയമുള്ള ഇദ്ദേഹത്തോടു കൂടി ഉദ്യോഗസ്ഥന്മാരെ ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ച കഥ വരെ പറയുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ. അത് നമ്മൾ പുറത്തുനിന്നല്ല അറിയുന്നത്, നമ്മൾ അവരിൽ നിന്നാണ് അറിയുന്നത്. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അത്ര കൂടുതൽ ഈ സാധാരണ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉപദ്രവിച്ച ഒരു വ്യക്തിയാണ് ഈ സുജിത് ദാസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെ അരിവ് പിടിച്ചുകൊണ്ട് എല്ലാ രീതിയിലും അദ്ദേഹത്തിന് യാതൊരു പ്രശ്നമില്ല. അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ പേര് എന്ത് നടപടി അദ്ദേഹത്തിനോട് ചേർന്ന് അദ്ദേഹത്തിന്റെ ഇതേമാതിരിയുള്ള സ്വഭാവ ദൂഷ്യങ്ങൾക്ക് വേണ്ടി ഒത്താശ ചെയ്ത് കൊടുക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തമസ്കരിച്ചിരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. കാരണം അതിനിപ്പം അദ്ദേഹത്തിന് രാഷ്ട്രീയമായാലും ശരി, അതുപോലെ തന്നെ സാമ്പത്തികമായാലും ശരി, പിന്നെ ഔദ്യോഗികമായിട്ടുള്ള ഇതായാലും ശരി, അതീവ സ്വാധീനത്തോടുകൂടി അവിടെ എന്താണ് പറഞ്ഞ ഒരു പെർവാഴ്ച നടത്തിയ ഒരു സൂപ്രണ്ട് പോലീസായിട്ടാണ് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പൊതുവിലുള്ള അഭിപ്രായം. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊക്കെ ഇത്രയും വലിയ അധികാരം കൈകാളി നേരത്തെ പറഞ്ഞിരുന്നു ശ്രീ അഡ്വക്കേറ്റ് ബൽദേവ് സത്യാനന്ദനും പറഞ്ഞു, ജയേന്ദ്ര മാഷും ഒക്കെ പറഞ്ഞത് പ്രകാരം ഈ ഒരു പാരലൽ ഇതുവരെ കേരള പോലീസ് നമ്മളൊന്നും കാണാത്ത ഒരു പാരലൽ ഇന്റലിജൻസ് സിസ്റ്റം, അതായത് 55ഓളം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പ്രത്യേകമായിട്ട് സെലക്ട് ചെയ്ത് ട്രെയിനിങ് കൊടുത്തിട്ട് വിവിധ സ്ഥലങ്ങളില് സ്വന്തമായിട്ട് ഇന്റലിജൻസ് കളക്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഇന്റലിജൻസും ഡിസ്ട്രിക്ട് ഇന്റലിജൻസിനെ മുഴുവൻ നോക്കുകൂട്ടിയായിട്ട് തന്റേതായ ഒരു പ്രത്യേക പോലീസ് സംവിധാനം ഉണ്ടാക്കി എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കൂ എങ്ങനെ ഉണ്ടാകുന്ന കേരള പോലീസിന്റെ അവസ്ഥ എന്താണെന്ന് വിചാരിക്കുക. അതുപോലെ പോലീസ് നശിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്താ വേണ്ടത്? മുഖ്യമന്ത്രി അറിയാതെ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു ADGPക്ക് സാധിക്കുമോ? മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ്
ഓഫീസ് അറിയാതെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. പക്ഷെ മുഖ്യമന്ത്രി അറിഞ്ഞോ എന്ന് ചോദിച്ചു അറിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തായാലും ശരി, ഇത് പിന്നീട് പ്രശ്നമാകുമ്പോൾ അദ്ദേഹത്തിന് അറിഞ്ഞു എന്ന് വന്നു കഴിഞ്ഞാൽ അതിന് വേറെ ചില പ്രശ്നങ്ങളുണ്ട്. ഇതില് ബുദ്ധിമുട്ട് എന്താന്ന് പറഞ്ഞാൽ ഇതേമാതിരി ഇന്റലിജൻസിന്റെ കാര്യങ്ങള് പുറത്തേക്ക് പോകാനും അത് ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞാലും നമ്മുടെ രാജ്യസുരക്ഷയെ സമ്മതിക്കുക. സ്വർണ്ണക്കടത്തൊക്കെ രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന കാര്യമല്ലേ? UAPA ആക്ട് പ്രകാരം പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? NIA കൈകാര്യം ചെയ്യേണ്ട കേസുകളല്ലേ ഇതൊക്കെ? ഇതിലിപ്പോ ഒരു കേസുകളും രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല. ഇപ്പം സുജിദാസിന്റെ പേരിൽ ഏറ്റവും ചുരുങ്ങിയതായിട്ട് വേണമെങ്കിൽ ഈ മനമോഷണം രജിസ്റ്റർ ചെയ്യാം. അൻവർ MLA യുടെ പേരിൽ അദ്ദേഹത്തിന്റെ പേരിൽ നമ്മൾ ടെലിഗ്രാഫ് ആക്ട് പ്രകാരം IT ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാം. നടപടി വേറെ വരട്ടെ. അതായത് ഇതനുസരിച്ച് നടപടി അന്വേഷണം നടത്തും. തെളിവ് ശേഖരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുനിഷ്ഠമായ തെളിവ് ശേഖരണം നടത്തും. അതല്ലാണ്ട് പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഒരു എൻക്വയറി എല്ലാം നടക്കുന്നത് എന്നുള്ള സാധാരണ ജനങ്ങൾക്ക്, നിയമത്തിൽ വ്യവസ്ഥയിൽ വിശ്വാസമുള്ള ആളുകൾക്കും ഒരു പരിധിക്ക് വരെയെങ്കിലും എന്തൊക്കെയോ നടക്കുമെന്നൊരു തോന്നൽ ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? കൃത്യമായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കണം. ബാക്കി ഇനി ഒരുപാട് പൊട്ടിച്ചു, സ്വർണം പൊട്ടിച്ചു, അങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ പോയി കയറി അവിടെ ചെയ്തു, അല്ലെങ്കിൽ മാമി കേസ് എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം, ഇവിടെ കോഴിക്കോടുകാർക്കൊക്കെ അറിയുന്നത്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ ഉള്ളു രഹസ്യങ്ങൾ അറിയുന്ന പല ആളുകളെയും വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാര്യം തീർച്ചയായിട്ടും വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് പെട്ടെന്ന് മരിച്ചുപോയതാണ്. അദ്ദേഹത്തിനെ കൊല്ലണമെന്ന് അവർക്ക് ഉദ്ദേശമില്ലായിരുന്നു. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭീമമായ ഒരു സംഖ്യ അദ്ദേഹത്തിന്റെ കയ്യിൽ പെട്ടുപോയിട്ടുണ്ട് സ്വർണ്ണക്കടത്തിന്റെ പേരിൽ. അതനുസരിച്ച് അദ്ദേഹം മൂവാന്തരം ഇൻവെസ്റ്റ് ചെയ്താലും പണം തിരിച്ചു കിട്ടാൻ വേണ്ടി ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് ഇത് സംഭവിച്ചതെന്നാണ് ഇവിടെ പറഞ്ഞു കേൾക്കുന്നത്. നമുക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയില്ല. അപ്പൊ അതിന് ആരാണ് പ്രധാനം എന്ന് പറഞ്ഞ് നമുക്കിപ്പോ ഏകദേശം ഞാൻ പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ സ്വാധീനമുള്ള ഇവിടുത്തെ ചില രാഷ്ട്രീയ നേതാക്കന്മാരും അതുപോലെ തന്നെ ഇവിടുത്തെ സാമ്പത്തിക സ്രോതസ്സും അവരുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സ്രോതസ്സും ഇതിനകത്ത് ഒരു പരിധിവരെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന് തെളിവ്. അതിന് കാരണം എന്താന്ന് പറഞ്ഞാൽ ഇതിൽ വളരെ സത്യസന്ധാനം ഊർജ്ജസ്വലമായി കേസ് അന്വേഷിക്കാൻ വേണ്ടി പ്രാപ്തനായ ഒരു SP ക്രൈംബ്രാഞ്ചിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു വിക്രമൻ എന്ന് പറയുന്ന സാർ. ആ വിക്രമൻ അന്വേഷിച്ച് ഫയൽ അദ്ദേഹത്തിന് എത്തിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിനെ മാറ്റി വേറെ ആൾ. ഈ കേസ് അതുകൊണ്ടാണ് ചില ആളുകൾ പറയുന്നത് ആ ഉദ്യോഗസ്ഥന്മാരെ മാറ്റാൻ പാടില്ല, ഇദ്ദേഹം തന്നെ അന്വേഷിക്കുകയാണെങ്കിൽ. ഞാൻ തീർത്ത് പറയുന്നു, വിക്രമനും അദ്ദേഹത്തിന് പിന്നെ വിശ്വാസമുള്ള ഉദ്യോഗസ്ഥന്മാരും കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കേസ് വളരെ ഭംഗിയായ രീതിയിൽ തെളിയിക്കപ്പെടുക പാടില്ല എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് അദ്ദേഹത്തെ പെട്ടെന്ന് മാറ്റിയത് എന്നാണ് ഞാൻ ധരിക്കുന്നത്. കാരണം അതില് എന്തായാലും ശരി, ഇതുവരെയുള്ള അന്വേഷണം നേരത്തെ ശ്രീ ബൽദേവ് തന്നെ ഇവിടുന്ന് പറയുന്നുണ്ടായി, അദ്ദേഹം ആരും അറിഞ്ഞിട്ടില്ല. കാരണം അത് ഇവിടെ അങ്ങനെ ഒരു ഈസി ഗോ ആരും ശ്രദ്ധിച്ചില്ല. അതിന്റെ പിന്നിൽ പിരിക്കാൻ രാഷ്ട്രീയക്കാരില്ല. കാരണം ഉണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധമുള്ള ആളുകളൊക്കെയാണ് ഇതിൽ എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം. ഇവിടെ എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് ഈ മാമി കേസുകളൊന്നും വലിയ പ്രശ്നമാവുന്നില്ല. അപ്പൊ മുഹമ്മദ് മരിച്ചു കഴിഞ്ഞാൽ മുഹമ്മദിന്റെ ആളുകൾക്ക് പോയി, അല്ലെങ്കിൽ മുഹമ്മദിനെ കാണാനില്ല അവരുടെ ആളുകൾക്ക് പോയി എന്നല്ലാണ്ട് വസ്തുനിഷ്ഠമായിട്ട്, പ്രത്യേകിച്ച് അദ്ദേഹം സാമ്പത്തികമായിട്ട് ഭദ്രതയിൽ നിൽക്കുന്ന ഒരു മോശമില്ലാത്ത ഒരു സാമ്പത്തിക സ്ഥിതിയിലുള്ള വ്യക്തിയാണ്. അദ്ദേഹമൊക്കെ പോയതിനു ശേഷം ഇത്ര ലാഘവത്തോടുകൂടി അന്വേഷിക്കുമെന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്ക് ഊഹിക്കാവുന്നല്ലേ എന്തുകൊണ്ട് അങ്ങനെ അന്വേഷിക്കപ്പെട്ടു. അത് ഏറ്റുപിടിക്കാൻ ആരുമില്ല, അവര് മാത്രമേ ഉള്ളൂ വീട്ടുകാര്. അവരിങ്ങനെ പറഞ്ഞു ഒരു സ്റ്റേജിലെത്തി ഇതേമാതിരി എല്ലാം കൂടെ തകിടം പറഞ്ഞ അവസരത്തില് ആണ് അൻവർ MLA-യുമായിട്ട് എടുത്തു. അതെ, അതൊരു നിമിത്തമായി. അപ്പൊ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് അതിൻ്റെതായ താല്പര്യമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ആ താല്പര്യം എന്താണെന്ന് പറഞ്ഞാൽ പല അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട ആളുകളുടെ സാമ്പത്തിക താല്പര്യം അതിനകത്തുണ്ട് എന്നുള്ളതിന് സംശയമില്ല. പക്ഷെ അവരൊക്കെ എന്താ വേണ്ടത്? പോലീസ് സ്റ്റേഷനിലെ മലപ്പുറം, പ്രത്യേകിച്ച് മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ അവരുടെ ഒരു സ്വാധീന ശക്തി നിലനിർത്തണം. അതിന് കോട്ടം സംഭവിച്ചിരിക്കുന്നു. അത് കോട്ടം സംഭവിച്ചതിന് ഈ ADGP ആയിട്ടുള്ള ഒരു ബോട്ടം ടു ടോപ്പ് ലിങ്ക്, അല്ലെ അവരുടെ ആ ചെയിനാണ് ഇതിന് തടസ്സം എന്നുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും തമസ്കരിച്ചേ സാധ്യതയുള്ളൂ എന്നുള്ളൊരു നിലപാട് അദ്ദേഹം എടുക്കുന്നത് ഇതാണ്. അത് ഏതെങ്കിലും രീതിയിൽ എത്താതിരുന്നാൽ പോലും പോലീസിനെ സംബന്ധിച്ചുള്ള സമഗ്രമായി നാശമാണ്. പ്രത്യേകിച്ച് അതിന്റെ ഭാഗമായിട്ട് മലപ്പുറം ജില്ലയിൽ മനസ്സാവാഴ കർമ്മണ അറിയാത്ത DYSP-മാരെ ഈ പ്രസ്ഥാനമായിട്ട് ഒരു ബന്ധമില്ലാത്ത ലോകത്തെവിടെയും കേട്ടില്ല. കേരള ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒന്നായിട്ട് അവിടുത്തെ 9 DYSP-മാരെ ഒറ്റയടിക്ക് മാറ്റി തുടങ്ങി. എന്താ ഇത്? അപ്പൊ അത് മാറ്റിയതിന്റെ അർത്ഥം എന്താ? കാരണം ആരുടെയോ പരിധിക്ക് വേണ്ടിയിട്ട് ഭരിക്കപ്പെടുന്നു, അതാണ് ഭരണചക്രം തിരിക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞു അത്രയും മോശമായ, അല്ലെങ്കിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും അപമാനകരമായിട്ട്, അല്ലെ അവരുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിൽ
യാതൊരു പ്രതീക്ഷയില്ലാത്ത രീതിയിൽ ഒരു അധപ്പതനം എന്ന് എല്ലാവരും ചിത്രീകരിക്കുന്നത് തെറ്റൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരിക്കലും ചെയ്യില്ല പറയുന്നത് ഈ ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങൾക്ക് അനിൽ നമ്പ്യാർ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടർമാരെ ഒന്ന് മലപ്പുറത്ത് അന്വേഷിച്ച് പരിചയം ഉണ്ടെങ്കിൽ അവർ പറയുള്ളൂ. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് അവർ ടോട്ടലി ഡിമോറൈസ്ഡ്. സാധാരണ പറയുന്നത് എന്താണ്? പോലീസിന്റെ മനോവീര്യം തന്നെ. മനോവീര്യം എന്ന് പറയുന്ന സാധനം ഇല്ല അവിടെ. അവിടെയൊക്കെ ഭീരുക്കളാണ് എല്ലാവരും ഭീരുമായി. എന്ന് ഇവര് നാളെ ഞങ്ങളൊക്കെ അവർക്ക് രക്ഷയില്ല എന്ന് പറയുന്ന ആ ഭീരുത്വത്തില് മതിച്ചിട്ട് അവരെ സംബന്ധിച്ച് ഓരോ ദിവസവും എങ്ങനെ ഇത് അവസാനിപ്പിക്കണമെന്ന് അറിയാതെ ജീവിക്കുന്ന ഒരു പോലീസ് വിഭാഗമായി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താന്ന് പറഞ്ഞാല് ജനങ്ങൾക്ക് പോലീസിൽ പ്രതീക്ഷ വേണം. അത് വളരെ വ്യാപകമായിട്ട് ഇതിനകത്ത് കളങ്കിതരുണ്ട്. ആ കളങ്കിതവരായ പോലീസിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്നതിനും കേസന്വേഷണത്തിലും വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് വീണ്ടെടുക്കാനുള്ള നടപടികൾ എന്തായാലും ശരി നിയമപരമായിട്ട് പടിപടിയായി എടുത്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഗവൺമെന്റിനുണ്ട്, പോലീസ് സംവിധാനത്തിനുണ്ട്. പോലീസ് സംവിധാനത്തിന് ഇത്രയും നീചമായ അവമതിപ്പുണ്ടായ ഒരു സാഹചര്യമില്ല. ഇതിൽ നിന്ന് അവർ രക്ഷപ്പെടുന്നതിന് പെട്ടെന്ന് ഇവർക്ക് സാധ്യമല്ല. ഇത് ഒരു എന്താണ് നമ്മളെ ചരിത്രത്തിന്റെ കളങ്കമായിട്ട് ലോകാവസാനം വരെ നിലനിൽക്കുമെന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ.